സങ്കീർത്തനം അമ്പതാമത്തെ സങ്കീർത്തനം അതിന്റെ 14-15 വാക്യങ്ങൾ വായിക്കാം. സങ്കീർത്തനം 50, സാംസ് 50, അതിന്റെ 14-15, 14 and 15. ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്കുക, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. സ്തോത്രം. ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്കുക, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്ന ആസാഫിന്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദിന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ഒരു മ്യൂസീഷ്യനായിരുന്ന ആസാഫിന്റെ ഒരു സങ്കീർത്തനമാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നു. ഇവിടെ കഷ്ടകാലത്ത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, അല്ലെങ്കിൽ ദൈവത്തോട് തന്നെ സങ്കടത്തെ പറയാനായിട്ട് നമ്മളെ പ്രബോധിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ഒരു ഉറപ്പ് തരുന്നുണ്ട്, ഒരു അഷ്വറൻസ് നമുക്ക് തരുന്നുണ്ട്. കഷ്ടകാലത്തെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. അതിന് രണ്ടാമത്തെ ഭാഗത്തിൽ എങ്ങനെ കാണുന്നത്, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഒരു കാര്യം അവിടെ ഉറപ്പാണ്, കഷ്ടങ്ങളും പ്രയാസങ്ങളും കടന്നു വരുന്നത് ഒന്ന് ദൈവത്തെ വിളിക്കാനും, രണ്ട് ദൈവത്തിന്റെ മഹത്വം നമ്മളിലോട്ട് കടന്നു വരുന്നതിനും വേണ്ടിയിട്ടാണ്. ഒരിക്കലും നമ്മളെ തകർക്കുന്നതിനല്ല പ്രയാസങ്ങളും കഷ്ടങ്ങളും വരുന്നത്, ദൈവമഹത്വം നമുക്ക് കാണുന്നതിനും ദൈവമഹത്വം നമുക്ക് അനുഭവിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രയർ ആൾട്ടറിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു വരികയായിരുന്നു. പ്രാർത്ഥനയുടെ യാഗപീഠം അല്ലെങ്കിൽ ബലിപീഠം എങ്ങനെ പണിയാം, അല്ലെങ്കിൽ അതിന്റെ പ്ലേസുകളെ കുറിച്ച് എവിടെല്ലാം പണിയാം എന്നതിനെ കുറിച്ചെല്ലാം നമ്മൾ ഏതെല്ലാം രീതിയിൽ അതിന് ഒബീഡിയന്റ് ആയിട്ട് ദിവസങ്ങളിൽ ആ പണികൾക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം, അതിന്റെ ആവശ്യകത എന്തെന്നൊക്കെ നമ്മൾ ചിന്തിക്കാനിടയായി. ഒരു പോയിന്റ് കൂടി പറഞ്ഞ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. വിതിൻ ദിസ് 10 minutes ആ ഒരു എന്താ പറയുക വൈഡായ ടോപ്പിക്കിന്റെ ചില കാര്യങ്ങൾ മാത്രമേ പറയാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ കൂടി ദൈവത്തിന്റെ ആത്മാവ് നയിക്കുന്ന പോലെ ചില കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്ലേസസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അതിന്റെ പ്രൈസസിനെ കുറിച്ച്, PRIC, അതായത് വിലയെ കുറിച്ച്, പ്രൈസിനെ കുറിച്ച്, ദ പ്രൈസ് ഓഫ് ആൾട്ടറിങ്, അതിനെക്കുറിച്ച് ഇപ്പോൾ തൽക്കാലം സംസാരിക്കുന്നത്. നമുക്കറിയാം ഫിസിക്കൽ ആയ ഒരു, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഫിസിക്കലായിട്ട് നമുക്ക് യാഗപീഠങ്ങൾ പണിയാം. പഴയ നിയമകാലങ്ങളിലൊക്കെ അങ്ങനെ പണിതുകൊണ്ടിരുന്നത്. പക്ഷെ പുതിയ നിയമ വിശ്വാസികളായ നമ്മുടെ എല്ലാം ഹൃദയത്തിലാണ് നമ്മൾ ഈ ആൾട്ടർ പണിയുന്നത്. ഓഫ് കോഴ്സ് നമുക്ക് ഭവനത്തിൽ അങ്ങനെ ഒരു കാര്യമൊക്കെ, നമുക്ക് ഭവനത്തിൽ ഒരു പ്രത്യേക ഏരിയ അല്ലെങ്കിൽ ഒരു മുറിയൊക്കെ നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിയിടാം, ഒരു പായയും ഒരു മുറിയും ഒക്കെ. അതായത് ആ ഒരു ഏരിയയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ എപ്പോഴും വന്നിരിക്കുകയും ദൈവശബ്ദം കേൾക്കാനിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സെറ്റപ്പ് നമുക്ക് ഭവനത്തിൽ ചെയ്തു വെക്കാം. വളരെ നല്ല കാര്യമാണത്. അങ്ങനെ ചെയ്യുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ, അല്ലെങ്കിൽ എല്ലാറ്റിലും ഉപരിയായിട്ട് നമ്മുടെ ഹൃദയത്തെ കർത്താവിന്റെ സന്നിധിയിൽ കൊടുക്കുമ്പോഴാണ് ആ ഒരു പ്രേയറിന്റെ ഒരു അൾത്താരിയായിട്ട്, ഒരു ബലിപീഠമായിട്ട്, ഒരു യാഗപീഠമായിട്ട് നമ്മുടെ ഹൃദയത്തെ കർത്താവിന് കൊടുക്കുമ്പോഴാണ് വലിയ പരിവർത്തനം അവിടെ സംഭവിക്കുന്നത്. ഹൃദയം കൊടുക്കാതെ, ഹൃദയത്തിലൊരു പരിവർത്തനം ഇല്ലാതെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും, നമ്മൾ എത്ര സമയം ചിലവഴിച്ചു, മണിക്കൂറുകൾ ഞാൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ അതിനൊരു വലിയ എഫക്റ്റ് ഉണ്ടാവണമെന്നില്ല. നീതിമാന്റെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്ന പറയുമ്പോൾ എഫക്റ്റീവ് പ്രെയറിനെ കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എഫക്റ്റീവ് പ്രെയറിന് വേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ദൈവത്തോട് പറ്റിയിരിക്കുന്ന ഒരു ഹൃദയം. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി സറണ്ടർ ചെയ്യപ്പെട്ട ഒരു ഹൃദയം. സ്തോത്രം. ദൈവം കൂടെ വസിക്കുന്ന ഒരു ഹൃദയം. അപ്പം നമ്മൾ ആൾട്ടർ പണിയുമ്പോൾ നമ്മളുടെ ആന്തരികമായ ഒരു മാറ്റമാണ്, ഒരു ട്രാൻസ്ഫോർമേഷനാണ് ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ആൾട്ടർ പണിയുമ്പോൾ വിലയെ കുറിച്ചാണ്. പഴയ കാലത്തിൽ നമുക്കറിയാം, ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഒരുപക്ഷെ കല്ലുകളും ബ്രോക്കൺ പീസസും അല്ലെങ്കിൽ മെറ്റൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും അവർ പണിതിട്ടുണ്ടാകും. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, അതിന്റെ മറ്റൊരു വശം പറയുവാണെങ്കിൽ നമ്മൾ പണിയുന്ന, ദൈവത്തിന് മുമ്പിൽ പണിയുന്ന ആൾട്ടറുകൾ എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തകർന്ന ചില ബ്രോക്കൺ പീസസുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ, സ്തോത്രം, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പൊട്ടിക്കാൻ കഴിയാത്ത റോക്സ് പോലെയുള്ള വിഷയങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ,
ഇതെല്ലാം കൂടി ഉപയോഗിച്ചിട്ട് ദൈവസനെ കൊണ്ടേ വെക്കുക. സ്തോത്രം, ഹല്ലേലൂയ. അതായത് പലപ്പോഴും പലരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അവരുടെ ലൈഫിൽ അവരെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത കല്ലുകളൊക്കെ മറ്റുള്ളവരിലോട്ട് വലിച്ചെറിയുന്ന അനുഭവങ്ങൾ. അങ്ങനെയല്ല, ദൈവസനയിലോട്ട് കൊടുക്കാനായിട്ട്. അല്ല, നമുക്ക് മറ്റാരെയും അക്യൂസ് ചെയ്യാനില്ല. ഒരു വിഷയം നമ്മുടെ മുന്നിലോട്ട് വരുമ്പോഴേക്കും നീയാണ്, അല്ലെങ്കിൽ അവൾ മുഖേനയാണ്, ഇവൾ മുഖേനയാണ് എന്ന് പറയാനായിട്ട് എല്ലാവർക്കും ഈസിയാണ്. പക്ഷേ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം സ്തോത്രം, അവർക്ക് പറയാനുള്ള, ഇവിടെ ആസാഫ് എഴുതിയതുപോലെ, ഞാൻ എൻ്റെ കഷ്ടതയിൽ, എൻ്റെ പ്രയാസത്തിൽ എൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അവിടെയാണ് യഥാർത്ഥ ആ യാഗം ആരംഭിക്കുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിലെ ബ്രോക്കണായ അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഹല്ലേലൂയ ഭൂകമ്പങ്ങളായ അനുഭവങ്ങൾ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന ഭൂകമ്പം പോലെയൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ കരുതുന്ന വിഷയങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദൈവസേനയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് സ്തോത്രം, നമ്മുടെ യാഗപീഠം നമുക്ക് ആരംഭിക്കാം. സ്തോത്രം. ദൈവസേന കൊടുക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. ദൈവസേനയിൽ സറണ്ടർ ചെയ്യുവാൻ, ദൈവസേന ഏൽപ്പിച്ചു കൊടുക്കുവാൻ, ആ രീതിയിൽ നമ്മുടെ പ്രാർത്ഥനാ ലൈഫിനെ, ഫസ്റ്റ് ഓഫ് ഓൾ കർത്താവ് തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം പലപ്പോഴും ആഗ്രഹിക്കുന്ന തകർച്ചയാണ് എന്ന് പറയുമ്പോൾ, തകർച്ച എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ടാവത്തില്ല, എന്നെ കൊണ്ട് പറ്റില്ല കർത്താവെ, ഞാൻ അങ്ങ് തകർന്നു, കർത്താവിനെ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതാണ് തകർച്ച എന്ന് പറയുന്നത്. അവിടെയാണ് അനുസരണവും ഈ പറയുന്ന അനുതാപവും ഹല്ലേലൂയ സബ്മിഷൻ എല്ലാം കടന്നു വരുന്ന അവിടെയാണ്. അബ്രഹാമിനോട് ചോദിച്ചു, ദൈവം പറഞ്ഞു, ആ ഒരു കവണന്റെ പ്രത്യേകതയെ കുറിച്ചാണ് പറയുന്നത്. അബ്രഹാം അവിടെ അങ്ങ് ഒബീഡിയന്റ് ആയി. കർത്താവെ, അന്ന് പറഞ്ഞ വാഗ്ദത്തത്തിന് മുമ്പിൽ ഞാനിതാ ഇവിടെ യാഗപീഠ പണി, അതായത് ഞാൻ അത് പൂർണ്ണമായും വിശ്വസിക്കുന്നു. ആ വാഗ്ദത്തം എനിക്ക് ഒത്തിരി അകലെയാ, അതിനെക്കുറിച്ച് എനിക്കൊരു പിക്ചറും ഇന്നില്ല. പക്ഷെ ഞാനത് വിശ്വസിച്ച് ഞാൻ അടുത്ത സ്റ്റെപ്പ് നോക്കിയ. ഹല്ലേലൂയ. അവിടെ പ്രാർത്ഥനയ്ക്കായിട്ട്, അല്ലെങ്കിൽ അവന്റെ വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ പ്രാർത്ഥനയോട് അബ്രഹാം പുറത്തെടുത്തതുപോലെ, ഇന്ന് നമുക്ക് മുമ്പിൽ അവ്യക്തമായിരിക്കുന്ന വാഗ്ദത്തങ്ങളിലോട്ട് സ്തോത്രം, ഹല്ലേലൂയ, ഇപ്രകാരമുള്ള ചില പണികൾ, തകർച്ചയിലൂടെ ചില പണികൾ, അല്ലെങ്കിൽ സ്തോത്ര അനുസരണത്തിലൂടെ ചില പണികൾ, ഹല്ലേലൂയ സാക്രിഫൈസിലൂടെ ചില പണികൾ പരിശുദ്ധാത്മാവിൽ കർത്താവ് നമ്മളിലൂടെ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുക. ഓഫ് കോഴ്സ് സാക്രിഫൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ തിരക്കുപിടിച്ച ലോകത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിനിടയ്ക്ക് പോയിട്ട് ദൈവസ്ഥലിൽ ഇരിക്കാന്ന് പറയുന്നത് വില കൊടുക്കൽ തന്നെയാണ്. സ്തോത്രം. എത്ര മിനിറ്റ് ആയിക്കോട്ടെ, എത്ര മണിക്കൂർ ആയിക്കോട്ടെ, ദൈവസ്ഥലിൽ ഇരിക്കാൻ ഒരു മനസ്സ് വേണ്ടേ? അത് തീർച്ചയായിട്ടും സാക്രിഫൈസ് ആണ്. അതിന് നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ സ്തോത്രം, അതിന് നമ്മൾ വില കൊടുക്കുമ്പോൾ അതൊരു വിലയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുമ്പോഴാണ് സ്തോത്രം ദൈവത്തിന്റെ മഹത്വം നമ്മളിലോട്ട് ഇറങ്ങാൻ ഇടവരുന്നത്. അപ്പോൾ നാം ചെയ്യേണ്ട ഒറ്റ കാര്യം, സ്തോത്രം, ദൈവസന്നിധിയിൽ തകർന്ന ഹൃദയത്തോടെ, ജീവിതത്തിന്റെ ഏതെല്ലാം തകർന്ന വശങ്ങൾ നമുക്കറിയത്തില്ല. ഓരോരുത്തരുടെ ലൈഫിൽ തകർന്ന ഏരിയകൾ പലപ്പോഴും നമ്മൾ അതെല്ലാം മൂടി വെക്കാനാണ് സാധ്യത. വളരെ ചുരുങ്ങിയ ആളുകളോട്, അല്ല ഒരുപക്ഷെ ആരും തന്നെ നമുക്ക് നമ്മുടെ തകർച്ചകൾ പങ്കുവെക്കാനായിട്ട് കാണത്തില്ല. ഒരുപക്ഷെ നമ്മൾ തകർന്ന വശങ്ങൾ പങ്കുവെക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ, അല്ലെങ്കിൽ അതിന്റെ ആ റിയാലിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് പലപ്പോഴും മറ്റുള്ളവർ അത് എടുക്കണമെന്നില്ല. സ്തോത്രം. അവരുടെ കുറ്റമല്ല, സ്തോത്രം, ആരുടെയും കുറ്റമല്ല. പക്ഷെ ഹല്ലേലൂയ അതിന് യഥാർത്ഥമായിട്ട് പരിഹരിക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ നമ്മുടെ കർത്താവ് മാത്രമാണ്. സ്തോത്രം, ഹല്ലേലൂയ. പലപ്പോഴും കണ്ടിട്ടുണ്ട്, പലരും മറ്റുള്ളവരുടെ വീക്ക് സൈഡുകൾ, അല്ലെങ്കിൽ അവരെ തകർച്ച സ്റ്റോറികളൊക്കെ കേൾക്കാൻ വളരെ താല്പര്യം കാണിച്ചിട്ട് അതിനുശേഷം പിന്നീട് മാറി നിന്നിട്ട് അവരെ കുറ്റം പറയുന്നവരെ, അല്ലെങ്കിൽ അതിനനുസരിച്ച് അവരെ ഇവാലുവേറ്റ് ചെയ്യും, അസസ് ചെയ്യും പിന്നീട് ലൈഫിൽ, അങ്ങനെയൊക്കെ കാണിക്കുന്നവർ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി തകർച്ചകളിലോട്ട് വ്യക്തി ജീവിതങ്ങൾ, ബന്ധങ്ങൾ പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെയാണ് സ്തോത്രം യാഗപീഠത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. സ്തോത്രം, നമുക്ക് നമ്മുടെ തകർച്ചകളെ പറയുവാൻ, നമ്മുടെ വേദനകളെ പങ്കിടുവാൻ സ്തോത്രം ശാശ്വതമായ ഒരു ഇടമുണ്ട്. ആ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ പണിതുയർത്തുന്ന യാഗപീഠം എന്ന് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ആ യാഗപീഠം നാം പണിതുയർത്തുമ്പോൾ നമുക്ക് അവിടെ ഒരു പ്രത്യാശയുണ്ട്, നമുക്ക് ഓടിച്ചെല്ലാൻ ഒരു ഇടമുണ്ട്, നമ്മൾ എല്ലാറ്റിലുപരി നമ്മെ കേൾക്കാൻ ഒരാളുണ്ടെന്നൊരു വിശ്വാസം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ വിഷമങ്ങൾ കേൾക്കാൻ ഒരാളുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ പറയുമ്പോൾ അത് ശ്രദ്ധിക്കാനും അപ്പോൾ തന്നെ ഉടനടി അതിന് സൊല്യൂഷൻ തരാനുമുള്ള ഒരാളുണ്ട്. സ്തോത്രം. അബ്രഹാമിന്റെ വിശ്വാസം അതായിരുന്നു, യാക്കോബിന്റെ വിശ്വാസം അതായിരുന്നു. സ്തോത്രം. അതുകൊണ്ടൊക്കെയാ അവരുടെ ദൈവസേനയിൽ ദാവീദിന്റെ വിശ്വാസം അതായിരുന്നു. അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ ആഴത്തിലുള്ള ഇന്റിമസിയിലോട്ട് നമുക്ക് പോകാനായിട്ട് സാധിച്ചു. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു ഇതാണ് ഏറ്റവും വലിയൊരു ഇന്റിമസി. സ്തോത്രം,
കർത്താവുമായിട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരോടാണ്? സ്തോത്രം, അതിന്റെ കർത്താവിനോടായിരിക്കണം. സ്തോത്രം, ഏറ്റവും ആദ്യം ഏറ്റവും ലാസ്റ്റുമുള്ള സംസാരങ്ങൾ, സ്തോത്രം, ഇടപെടലുകൾ, അതൊക്കെ നമ്മുടെ കർത്താവുമായിട്ട് ആ ഒരു തരത്തിലോട്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള യാഗപീഠങ്ങളെ, സ്തോത്രം, പ്രാർത്ഥനയുടെ തലങ്ങളെ ഉയർത്തുന്നുവെങ്കിൽ അവിടെ നമുക്ക് വിടുതൽ ഉറപ്പായിട്ട് കാണാനായിട്ട് സാധിക്കും. സ്തോത്രം. അപ്പോൾ തന്നെ ഈ യാഗപീഠങ്ങൾ ഓരോ നിമിഷവും പുതുക്കി പണിയുവാനും എവിടെയെങ്കിലുമൊക്കെ, സ്തോത്രം, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് എവിടെയെങ്കിലും കുറവുകൾ വരുന്നുണ്ടെങ്കിൽ, നമ്മൾ എക്സ്ക്യൂസുകൾ പറഞ്ഞ് നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന ഒരു കാര്യം, സ്തോത്രം, അതിനൊന്നും കൂടി പുതുക്കി പണിയുവാൻ, സ്തോത്രം, ഓൾറെഡി നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം യാഗപീഠങ്ങൾ പേഴ്സണലി, എന്നാൽ അതിനെ പുതുക്കി പണിയേണ്ട സമയം കൂടി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. കർത്താവിന്റെ സന്നിധിയിൽ അത് ഓരോ നിമിഷവും പുതുക്കി പണിതുകൊണ്ട് വലിയ ബന്ധത്തിലോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, ഞാൻ എൻ്റെ കഷ്ടതയിൽ, സ്തോത്രം, എൻ്റെ ദൈവത്തോട് നിലവിളിക്കും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കഷ്ടത എൻ്റെ ദൈവത്തോട് അറിയിക്കും. അവിടെ ഭയങ്കര പ്രത്യാശയോടെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. സ്തോത്രം. കാരണം ആ ഒരു സങ്കീർത്തനത്തിൽ ഒരു ഹിപ്പോക്രറ്റിക് ആയിട്ട് ദൈവത്തെ സേവിക്കുന്നവരെ കുറിച്ച്, അതായത് ദുഷ്ടന്മാരുടെ ഒരു വശവും നീതിമാന്റെ ഒരു വശത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾക്ക് രണ്ട് രീതിയിൽ യാഗപീഠങ്ങൾ പണിയാം. പൈശാചിക ശക്തിയെ ഉയർത്തുന്ന യാഗപീഠങ്ങൾ പണിയാം. അപ്പോൾ തന്നെ ഡിവൈൻ ആയിട്ടുള്ള, ദൈവികമായിട്ടുള്ള യാഗപീഠങ്ങളെ പണിത്, ഇത് നമ്മുടെ ചോയ്സാണ് ഏത് നമ്മൾ പണിയേണ്ടു എന്നുള്ളത്. എന്നാൽ തെറ്റായ പണിക്ക് പോകുവാൻ പിശാച് നമ്മളെ കരങ്ങളിലെടുക്കാതെ, സ്തോത്രം, യഥാർത്ഥമായിട്ടുള്ള കർത്താവ് ആഗ്രഹിക്കുന്ന, സ്വർഗം പ്രസാദിക്കുന്ന ദൈവിക ഇടപെടലുകളുള്ള യാഗപീഠങ്ങളെ പണിയുവാൻ തക്കവണ്ണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പണിയാന്നുള്ളത്, ദിവസനി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ദിവസനി പകരുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ രീതിയിൽ പകരുവാൻ, പ്രാർത്ഥിക്കുവാൻ, യാഗപീഠങ്ങൾ ഉയർത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദിവസങ്ങളിൽ ശക്തമേറിയ പ്രാർത്ഥനയുടെ അടിത്തറ നമ്മുടെ ഒക്കെയും വ്യക്തിപരമായ ലൈഫിൽ ഉണ്ടാകും.